ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുന്നത്. 11 മണി വരെയുള്ള കണക്കനുസരിച്ച് 25.76% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 58 ലോക്സഭാ മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലുള്ളത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, ഗൗതം ഗംഭീർ, എസ് ജയശങ്കർ, ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ഏജന്റുമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നാരോപിച്ച് അനന്തനാഗിൽ അതിനിടെ PDP സ്ഥാനാർത്ഥി മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ഉണ്ടായി. അർജുൻ പീതാംബനാണ് വിവരങ്ങളുമായി. അർജുൻ, ഇത് ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ മണിക്കൂർ പിന്നിടുമ്പോൾ 11 മണി വരെയുള്ള കണക്കുകൾ ഉൾപ്പെടെ വരുമ്പോൾ പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുക? രതീഷ്, നിലവിൽ VVIP സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഡൽഹിയിലടക്കം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉച്ചയോടടുത്തു ഡൽഹിയിലടക്കം പല ഉത്തരേന്ത്യൻ മേഖലകളിലും കടുത്ത ചൂട് കൊണ്ട് തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യമായിട്ടുള്ള അത് വോട്ടിംഗ് ശതമാനത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. നിലവിൽ ഒഡീഷയിലും അതുപോലെ തന്നെ ഡൽഹിയിലുമാണ് കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അത് ബംഗാളിൽ തന്നെയാണ്. ഒരു പക്ഷേ വൈകിട്ടോടെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇനിയും പോളിംഗ് ശതമാനം കൂടും എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിലുള്ളത്. എന്തായാലും അനന്തനാഗിലടക്കം ഇപ്പോഴും ചില പ്രശ്നങ്ങൾ, പശ്ചിമ ബംഗാളിലും അനന്തനാഗിലും അടക്കം പോളിംഗിനിടെ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഇത്തരത്തിൽ പോളിംഗ് ഏജന്റുമാരെ തടഞ്ഞു വെക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ മെഹബൂബ മുഫ്തി ആരോപിച്ചിരുന്നു. അതുപോലെ തന്നെ തൃണമൂൽ BJP പ്രവർത്തകർ തമ്മിൽ ചെറിയ കയ്യേറ്റവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി അടക്കം പോളിംഗ് ബൂത്തിലേക്ക് കടത്തി വിടാതെയുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ പശ്ചിമ ബംഗാളിലും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊഴികെ മറ്റുള്ള മേഖലകളിലെല്ലാം തന്നെ ഇപ്പോഴും പോളിംഗ് തുടരുന്നു.